പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് സമീപം ചരക്ക് ലോറിയിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ ടോറസ് ലോറിയിൽ ഇടിച്ചു കയറി. അപകടത്തിൽ കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി പുഴത്തടത്തിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ജലജാഗ്രത സത്യാഗ്രഹം നടത്തി. ജലജാഗ്രത സംയുക്ത സത്യാഗ്രഹ സമിതി, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നിവയുടെ നേതൃത്വത്തിലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം മേഖലയിൽ മോഷണം വ്യാപകമാകുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് മോഷണം അരങ്ങേറിയത്. ഇക്കഴിഞ്ഞ ദിവസം ബിഷപ്പ് ഹൗസ് റോഡിൽ 2 വീടുകളിൽ മോഷണം നടന്നു. ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലംനിറ ആഘോഷിച്ചു. പരിസ്ഥിതി ദിനത്തിൽ ക്ഷേത്രത്തിൽ ആരംഭിച്ച് ജൈവക്കര നെൽകൃഷിയിൽ നിന്നും വിളവെടുത്ത കതിരുകളും പോരാതെ വന്ന കതിരി പഴുനാനിയിൽ നിന്നും കൊണ്ടുവന്നാണ് ഇല്ലംനിറയ്ക്ക് ഉപയോഗിച്ചത്. ബാലസൗഹൃദ പഞ്ചായത്തായ അന്നമനടയിൽ കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. കുട്ടികളിൽ കൃഷിയെക്കുറിച്ച് അവബോധം ഉണ്ടാക്കുന്നതിനും വിഷരഹിതമായ ആഹാരം കുട്ടികൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടിക്കൂട്ടം കൃഷിയിലേക്ക് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ തുക സ്വരൂപിച്ച് മാള ഹോളി ചൈൽഡ് സ്നേഹഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ. തങ്ങളുടെ പിറന്നാൾ ആഘോഷത്തിനായി മാറ്റിവെച്ച തുകയാണ് കുട്ടികൾ വയനാടിനെ സഹായിക്കാൻ നൽകിയത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എടത്തുരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തി. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രദേശത്ത് 9 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും പഞ്ചായത്ത് ബദൽ സംവിധാനം ഒരുക്കിയില്ലെന്നാരോപിച്ചുമായിരുന്നു സമരം. കാപ്പ നിയമപ്രകാരം നാടുകടത്തിയ പ്രതി കഞ്ചാവുമായി പിടിയിൽ. എടതിരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ വീട്ടിൽ പ്രാൺ എന്ന ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിനേഷിനെ 1 വർഷത്തേക്ക് കാപ്പ നിയമപ്രകാരം നാടുകടത്തിയത്. കയ്പമംഗലം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് മൂലം ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷ്യക്കിറ്റ് നൽകി കയ്പമംഗലം കേര കർഷക സൊസൈറ്റി. കാക്കാതുരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിലെ ക്യാമ്പിൽ കഴിയുന്ന കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. IMB പാലിയേറ്റീവ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് തൃശൂർ ജില്ലാ ചാപ്റ്റർ ഓഫീസ് ഉദ്ഘാടനവും വളണ്ടിയർ സംഗമവും നടന്നു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. IMB തൃശൂർ ജില്ലാ ചാപ്റ്റർ ചെയർമാൻ മജീദ് അധ്യക്ഷനായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.